ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും റെയിൽവേ ടിപ്സ് ആൻഡ് ട്രിക്സ് ബൈ ലോക്കോ പൈലറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ബസ് ആൻഡ് കാർ ഈസ് 7:11. ഇഫ് ദ കാർ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 396 കിലോമീറ്റർ ഇൻ 6 hours, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബസ് ഇൻ കിലോമീറ്റർ പെർ അവർ? ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് റേഷ്യോ ഓഫ് ദ സ്പീഡ് ഓഫ് ബസ് ആൻഡ് കാർ വന്നിട്ടുണ്ട് 7:11 ആണ്. ഇഫ് ദ കാർ കവേഴ്സ് എ ഡിസ്റ്റൻസ് 396 കിലോമീറ്റർ ഇൻ 6 hours, കാർ 396 കിലോമീറ്റർ സഞ്ചരിക്കാൻ 6 മണിക്കൂർ എടുത്തു. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബസ് ഇൻ കിലോമീറ്റർ പെർ അവർ എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ സ്പീഡ് ഓഫ് ദ ബസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ദ കാർ ഇസ് ഈക്വൽ ടു 7/11 ഇത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഇനി ഇവിടെ കാർ 396 കിലോമീറ്റർ സഞ്ചരിക്കാൻ 6 മണിക്കൂർ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ സ്പീഡ് ഓഫ് ദ ബസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ദ കാറിന്റെ സ്ഥാനത്ത് 396 ഡിവൈഡഡ് ബൈ 6 കൊടുക്കുക ഇസ് ഈക്വൽ ടു 7/11. 396/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 66 ആണ്. സോ സ്പീഡ് ഓഫ് ദ ബസ് ഡിവൈഡഡ് ബൈ 66 ഈക്വൽ ടു 7/11 എന്ന് കിട്ടും. ഈ 66നെ വലതുഭാഗത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സ്പീഡ് ഓഫ് ദ ബസ് ഇസ് ഈക്വൽ ടു 7/11 ഇൻറ്റു 66 ആണ്. 66ൽ 6 പ്രാവശ്യം. സോ സ്പീഡ് ഓഫ് ദ ബസ് ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 11 42 കിലോമീറ്റർ പെർ അവർ ആണ്. ആൻസർ ഓപ്ഷൻ എ. Second question, a train covers a distance of 57.6 kilometer in 48 minutes. What is its speed in meter per second? ഒരു ട്രെയിന് 57.6 കിലോമീറ്റർ സഞ്ചരിക്കാൻ 48 മിനിറ്റ്സ് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മീറ്റർ പെർ സെക്കൻഡിലെ സ്പീഡ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നോക്കുക, 1 കിലോമീറ്ററിലും ഡിസ്റ്റൻസ് കിലോമീറ്ററിലും ടൈം മിനിറ്റ്സിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഒന്നുകിൽ ആൻസർ കിലോമീറ്റർ പെർ അവറിലോ അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിലോ ആണ് വേണ്ടത്. ഇവിടെ ആൻസർ നമുക്ക് വേണ്ടത് മീറ്റർ പെർ സെക്കൻഡിലാണ്. സോ സ്പീഡ് നമുക്കറിയാം, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 57.6 കിലോമീറ്റർ, ടൈം വന്നിട്ടുണ്ട് 48 മിനിറ്റ്സ്. സോ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ സ്പീഡ് ഇസ് ഈക്വൽ ടു 57,600 മീറ്റർ ഡിവൈഡഡ് ബൈ 48 മിനിറ്റ്സ് ആണ്. മിനിറ്റ്സിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 48 ഇൻറ്റു 60. സോ ഇവിടെ നമുക്ക് ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 3. A student reaches school on his bicycle in 3/2 hours at a speed of 8 km per hour. On the return journey, he rests for half an hour and takes a route which is 1 kilometer shorter. What should be the percentage increase in the speed of the bicycle so that he reaches home in the same time? So ഇത് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്, ഒരു സ്റ്റുഡന്റ് ബൈസിക്കിളിൽ സ്കൂളിലെത്താൻ 3/2 hours എടുക്കുന്നുണ്ട്. സ്പീഡ് എന്ന് പറഞ്ഞാൽ 8 km per hour ആണ്. റിട്ടേൺ ജേർണിയിൽ ഹി റെസ്റ്റ് ഫോർ ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടേക്സ് എ റൂട്ട് വിച്ച് ഇസ് 1 kilometer ഷോർട്ടർ. റിട്ടേൺ ജേർണിയിൽ എടുക്കുന്ന റൂട്ടിന്റെ ഡിസ്റ്റൻസ് ഒരു 1 kilometer ഷോർട്ടർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ ദ സ്പീഡ് ഓഫ് ദ ബൈസിക്കിൾ സോ ദാറ്റ് ഹി റീച്ചസ് ഹോം ഇൻ ദ സെയിം ടൈം? അതായത് പോകാൻ എത്ര സമയം എടുത്തോ അതേ സെയിം ടൈം കൊണ്ട് ആ കുട്ടി അല്ലെങ്കിൽ ആ സ്റ്റുഡന്റ് റിട്ടേൺ എത്തുവാണെങ്കിൽ സ്പീഡ് എത്ര ഇൻക്രീസ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. സോ ഇതിൽ ഇനീഷ്യൽ സ്പീഡ് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ സ്പീഡ് ഓഫ് സ്റ്റുഡന്റ് ഈസ് ഈക്വൽ ടു 8 km per hour. ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്നത് ടൈം എന്ന് പറഞ്ഞാൽ 3/2 hours. സോ നമുക്ക് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണെന്ന് അറിയാം. സോ 8 ഇൻറ്റു 3/2 12 കിലോമീറ്റർ ആണ് ഫസ്റ്റ് കേസിൽ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ്. ഇനി അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ, ലെറ്റ് ദ സ്പീഡ് ഹാസ് ഇൻക്രീസ്ഡ് ബൈ x km per hour. സ്പീഡ് ഒരു x കിലോമീറ്റർ ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഡിസ്റ്റൻസ് നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? 1 കിലോമീറ്റർ ലെസർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഡിസ്റ്റൻസ് 12 - 1 11 ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സോ സ്പീഡ് x ആണ് ഇൻക്രീസ് ചെയ്തെങ്കിൽ x + 8 ഇൻറ്റു 3/2 - 1/2. ഈ 1/2 വന്നത് എന്ന് പറഞ്ഞാൽ ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. സോ 11 ഈസ് ഈക്വൽ ടു x + 8 ഇൻറ്റു 3/2 - 1/2 ഈസ് ഈക്വൽ ടു 2/2. സോ 11 ഈസ് ഈക്വൽ ടു x + 8 ആണ്. സോ എക്സിന്റെ വാല്യൂ നമുക്ക് 3 km per hour എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇൻക്രീസ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 km per hour ആണ്. ഇനി പെർസെന്റേജ് ഇൻക്രീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇൻക്രീസ് ചെയ്യുന്ന സ്പീഡ് 3 km, ഇനീഷ്യൽ സ്പീഡ് 8 km ആണ്. അങ്ങനെയാണെങ്കിൽ പെർസെന്റേജ് ഇൻക്രീസ് ഇൻ സ്പീഡ് എത്രയായിരിക്കും? 3/8 ഇൻറ്റു 100. ആൻസർ 37.5%. ഓപ്ഷൻ ബി ആണ് ആൻസർ. Question number 4. Sachin and Anil started walking at the same time towards Kalka, which is 50 km away from Chandigarh. സച്ചിനും അനിലും ചണ്ഡീഗഡിൽ നിന്ന് കൽക്ക എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വാക്ക് ചെയ്യുന്നത്. അത് 50 km എവേ ആണുള്ളത്. സോ ദ സ്പീഡ് ഓഫ് ദ സച്ചിൻ ഈ 6 km ലെസ് ദാൻ ദാറ്റ് ഓഫ് അനിൽ. സച്ചിന്റെ സ്പീഡ് അനിലിന്റെ സ്പീഡിനേക്കാൾ 6 km കുറവാണ്. അനിൽ റീച്ചസ് കൽക്ക ആൻഡ് ഇമീഡിയറ്റ്ലി സ്റ്റാർട്ട് വാക്കിംഗ് ബാക്ക് ടു ചണ്ഡീഗഡ്. അനിൽ എന്താണ്, കൽക്ക എത്തിയതിനു ശേഷം ഇമീഡിയറ്റ്ലി റിട്ടേൺ ചണ്ഡീഗഡിലേക്ക് വരുവാണ്. ഓൺ ദ വേ ഹി മീറ്റ് സച്ചിൻ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 20 km ഫ്രം കൽക്ക. റിട്ടേൺ വരുന്ന സമയത്ത് അനിൽ സച്ചിനെ എവിടെ വെച്ചിട്ടാണ് കാണുന്നത്? കൽക്കയിൽ നിന്നും 20 km അവയാണ്. സോ ഫൈൻഡ് ദ സ്പീഡ് ഓഫ് സച്ചിൻ എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഈ ഡയഗ്രാം നോക്കാം. ഇതാണ് ചണ്ഡീഗഡ്. ചണ്ഡീഗഡിൽ നിന്ന് കൽക്കയിലേക്കാണ് രണ്ടുപേരും ട്രാവൽ ചെയ്യുന്നത്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് 50 km ആണ്. ഇനി അനിൽ ഇവിടെ കൽക്കയിൽ എത്തിയതിനു ശേഷം റിട്ടേൺ വരുന്ന സമയത്ത് 20 km അവയിൽ വെച്ചിട്ട് സച്ചിനെ കാണുവാണ്. സോ അനിൽ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 50 + 20 70 km ടോട്ടൽ.
സച്ചിൻ സഞ്ചരിക്കുന്നതോ 30 കിലോമീറ്റർ മാത്രമാണ് സച്ചിൻ സഞ്ചരിക്കുന്നത്. സോ ലെറ്റ് ദ സ്പീഡ് ഓഫ് സച്ചിൻ v km/h. സോ സ്പീഡ് ഓഫ് അനിൽ എന്താണ് 6 കിലോമീറ്റർ കൂടുതലാണ്, v + 6 km/h. ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് ബൈ അനിൽ ഈസ് ഈക്വൽ ടു 70 കിലോമീറ്റർ, ഡിസ്റ്റൻസ് കവേർഡ് ബൈ സച്ചിൻ ഈസ് ഈക്വൽ ടു 30 കിലോമീറ്റർ. ടൈം ഈസ് സെയിം ഫോർ ബോത്ത് ഇൻ ദ ഹോൾ ജേണി. രണ്ടുപേരും ഒരേ സമയത്താണ് കണ്ടുമുട്ടുന്നത്. സോ ടൈം എന്താണ് സെയിം ആണ്. നമുക്കറിയാം ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആണ്. സോ ഫസ്റ്റ് കേസിൽ d1/v1 ഈസ് ഈക്വൽ ടു d2/v2, ടൈം സെയിം ആയതുകൊണ്ട്. സോ ഇവിടെ സച്ചിൻ സഞ്ചരിച്ച ദൂരം 30 കിലോമീറ്റർ ആണ്, സ്പീഡ് v ആണെങ്കിൽ 30 ഡിവൈഡഡ് ബൈ v ഈസ് ഈക്വൽ ടു 70 ഡിവൈഡഡ് ബൈ v + 6. അനിൽ സഞ്ചരിച്ച 70 കിലോമീറ്റർ, അനിലിന്റെ സ്പീഡ് v + 6. ഇനി ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാം. v + 6നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക, v-നെ ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. സോ 30v + 30 × 6 ഈസ് ഈക്വൽ ടു 70v എന്ന് വരും. അപ്പോൾ കോമൺ ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3v + 18 ഈസ് ഈക്വൽ ടു 7v. 3v + 18 ഈസ് ഈക്വൽ ടു 7v. ഇതിൽ നിന്ന് v നില ഒരു സൈഡിലേക്ക് കൊണ്ടുകഴിഞ്ഞാൽ 4v ഈസ് ഈക്വൽ ടു 18. സോ സ്പീഡ് v ഈസ് ഈക്വൽ ടു 18/4 ഈസ് ഈക്വൽ ടു 9/2. 4.5 km/h ആണ് ആരുടെ സ്പീഡ്? സച്ചിന്റെ സ്പീഡ്. സച്ചിന്റെ സ്പീഡ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സോ v ഈസ് ഈക്വൽ ടു 4.5 km/h. A and B starts driving simultaneously from point X and go towards point Y. X and Y are 60 km apart. A speed is 4 km/h less than that of B. B after reaching Y returns and meets A at a point 12 km away from Y. Find the speed of A. So ഇവിടെ എയും ബിയും ആണ് ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ് എന്ന് പറയുന്ന പോയിന്റ് നിന്ന് വൈയിലേക്ക് പോകുന്നു. സോ നേരത്തെ പറഞ്ഞ പോലത്തെ സിമിലർ ക്വസ്റ്റ്യൻ ആണ്. എക്സ് ടു വൈ പോകുന്നു. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയും തമ്മിലുള്ള 60 കിലോമീറ്റേഴ്സ് എപ്പാർട്ടാണ്. സോ എന്റെ സ്പീഡ് ഈസ് 4 km ലെസ് ദാൻ ദാറ്റ് ഓഫ് ബി ആണ്. സോ അങ്ങനെയാണെങ്കിൽ ബി എന്താണ്, ആദ്യം വൈ എന്ന് പറയുന്ന എക്സ് എന്ന് വൈയിലേക്ക് എത്തും. അതിനുശേഷം ബി റിട്ടേൺ ചെയ്യുവാണ്. റിട്ടേൺ വരുന്ന വഴിയിൽ എനെ 12 km അവേ ഫ്രം വൈ എന്ന് 12 km അവയിൽ കണ്ടുമുട്ടുവാണ്. സോ ബി സഞ്ചരിക്കുന്ന ദൂരം എത്രയായിരിക്കും? 60 + 12 72 കിലോമീറ്റർ ആയിരിക്കും. എ സഞ്ചരിക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് 60 - 12 48 കിലോമീറ്റർ ആയിരിക്കും. നമുക്ക് ഇവിടെ ലെറ്റ് ദ സ്പീഡ് ഓഫ് എ x കിലോമീറ്റർ ആയും. അങ്ങനെയാണെങ്കിൽ ബിന്റെ സ്പീഡ് എത്രയായിരിക്കും? x + 4. സോ എ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 72 കിലോമീറ്റർ ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ x + 4. ബിന്റെ ടൈം 48 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ x. സോ 72/x + 4 = 48 ഡിവൈഡഡ് ബൈ x. എക്സിനെ ഈ 72ന്റെ സൈഡിലേക്കും x + 4നെ 48ന്റെ സൈഡിലേക്കും കൊണ്ടുപോകാം. 72x = 48x + 48 × 4 192. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 72x - 48x 24x = 192. x = 192 ഡിവൈഡഡ് ബൈ 24 ആണ്. സോ 8 km/h. സോ നമുക്ക് ഇവിടെ എന്റെ സ്പീഡാണ് നമ്മൾ x ആയിട്ട് എടുത്തിരിക്കുക. സോ എന്റെ സ്പീഡ് = 8 km/h ആണ് ആൻസർ. നമ്പർ 6. A salesman has to cover 6 km in 3/4 hour. If he covers 1/2 of the distance in 2/3 of the total time, then what must be his speed in km/h to cover the remaining distance in the remaining time? ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടൊക്കെ തോന്നും, പക്ഷെ എളുപ്പമാണ്. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഒരു സെയിൽസ്മാൻ 6 കിലോമീറ്റർ 3/4 അവർ കൊണ്ട് കവർ ചെയ്യുന്നു. ഇനി 1/2 ഓഫ് ദ ഡിസ്റ്റൻസ്, ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ്, അതായത് 6 കിലോമീറ്റർ ആണ് ടോട്ടൽ, അതിന്റെ ഹാഫ് കവർ ചെയ്യാൻ, അതായത് 3 കിലോമീറ്റർ കവർ ചെയ്യാൻ 2/3 ഓഫ് ദ ടോട്ടൽ ടൈം ആണ് എടുക്കുന്നത്. 2/3 ഓഫ് ദ ടോട്ടൽ ടൈം. ദെൻ വാട്ട് മസ്റ്റ് ബി ഹിസ് സ്പീഡ് ടു കവർ ദ റിമൈനിങ് ഡിസ്റ്റൻസ് ഇൻ റിമൈനിങ് ടൈം? സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഡിസ്റ്റൻസ് കവർഡ് ബൈ സെയിൽസ്മാൻ ഇൻ 2/3 ഓഫ് ദ ടോട്ടൽ ടൈം. 2/3 ഓഫ് ദ ടോട്ടൽ ടൈം കൊണ്ട് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഇൻറ്റു ഹാഫ് ആണ്. സോ 6 കിലോമീറ്റർ ഇൻറ്റു 1/2 3 കിലോമീറ്റർ ആണ്. റിമൈനിങ് ഡിസ്റ്റൻസ് എത്രയാണ്? 6 - 3 ആണ്, അതായത് 3 കിലോമീറ്റർ ആണ് റിമൈനിങ് ഡിസ്റ്റൻസ്. ഇനി റിമൈനിങ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 3/4 അവർ. 3/4 അവർ ഇൻറ്റു 1 - 2/3. ദ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ നമ്മൾ 2/3 ടോട്ടൽ ടൈം എടുക്കുകയും ചെയ്തു. സോ റിമൈനിങ് ടൈം എത്രയാണ്? 3/4 അവർ ഇൻറ്റു ടോട്ടൽ 1 ആണ്, 1 - 2/3 is equal to 1/4 അവർ. സോ ദ സ്പീഡ് ഓഫ് ദ സെയിൽസ്മാൻ ടു കവർ ദ റിമൈനിങ് ഡിസ്റ്റൻസ് എത്രയായിരിക്കും? റിമൈനിങ് ഡിസ്റ്റൻസ് 3 കിലോമീറ്റർ, ടൈം 1/4 അവർ. സോ 3 ഡിവൈഡഡ് ബൈ 1/4, 3 × 12 is equal to 12 km/h ആയിരിക്കും സ്പീഡ്. നെക്സ്റ്റ് ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചക്രവർത്തി drives a car at a speed of 52 km/h. How much time will he take to cover? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം ആയതുകൊണ്ട് ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. 364 km ഡിവൈഡഡ് ബൈ 52 km/h. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. When the speed of a car is increased by 30%, it takes 24 minutes less to cover the same distance. What is the time taken by it to cover the same distance at its usual speed? ക്വസ്റ്റ്യൻ നന്നായിട്ട് മനസ്സിലാക്കുക. ഒരു കാറിന്റെ സ്പീഡ് 30% ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അത് ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള ടൈം എത്രയാണ്? 24 മിനിറ്റ്സ് ലെസ്സർ ആണ് എടുക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ഇറ്റ് ടു കവർ ദ സെയിം ഡിസ്റ്റൻസ് അറ്റ് ഇറ്റ്സ് യൂഷ്വൽ സ്പീഡ്? അങ്ങനെയാണെങ്കിൽ നോർമൽ സ്പീഡ് കൊണ്ട് നോർമൽ സ്പീഡിൽ സഞ്ചരിക്കുകയാണെങ്കിൽ എത്ര ടൈം കൊണ്ട് ആ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ ലെറ്റ് ദ സ്പീഡ് ഓഫ് ദ കാർ നമുക്കൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് സ്പീഡ് കാറിന്റെ സ്പീഡ് നമ്മൾ അസ്യൂം ചെയ്യുക 100 km/h ആൻഡ് ടൈം ബി ടി അവർ. ടൈം എന്ന് പറയുന്നത് ടി അവർ ആയിട്ട് എടുക്കുക. അങ്ങനെയെങ്കിൽ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ നമുക്കറിയാം ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്.
ഇപ്പോൾ സ്പീഡ് നമ്മൾ 100 ആയിട്ട് എടുത്തു. 100 ഇൻറ്റു ടൈം, 100 ഇൻറ്റു ടി. ഇനി ഡിസ്റ്റൻസ് സെയിം ആയതുകൊണ്ട് നമ്മൾ 30% ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്പീഡിനെ നമുക്ക് എത്ര ആയിട്ട് എടുക്കാം? ഇനീഷ്യൽ സ്പീഡ് 100 ആണെങ്കിൽ ഫൈനൽ സ്പീഡ് 130 ആയിട്ട് എടുക്കാം. സോ ഇവിടെ എടുക്കുന്ന ടൈം എത്രയായിരിക്കും? 24 മിനിറ്റ്സ് ലെസർ ആണ്, അതായത് ടി മൈനസ് 24 ആണ്. സോ ഡിസ്റ്റൻസിന് ഇക്വേറ്റ് ചെയ്യാം. ഇനീഷ്യൽ കേസിൽ 100 ആണ് സ്പീഡ്, ടൈം ടി. 100 ഇൻറ്റു ടി ഈസ് ഈക്വൽ ടു 130, സ്പീഡ് 130 ഇൻറ്റു ടൈം ടി മൈനസ് 24 ആണ്. സോ 100 ടി ഈസ് ഈക്വൽ ടു 130 ടി മൈനസ് 3120 ആണ്. 130 ഇൻറ്റു 24. ഇവിടെ നമ്മൾ ടിയുടെ ടേംസ് ഒക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. സോ 130 ടി മൈനസ് 100 ടി, 30 ടി, 30 ടി ഈസ് ഈക്വൽ ടു 3120. സോ ടൈം ഈസ് ഈക്വൽ ടു 3120 ഡിവൈഡഡ് ബൈ 30 ആണ്. സോ 104 മിനിറ്റ് ആണ് ആൻസർ, ഓർ 1 hour 44 മിനിറ്റ്സ് ആണ് ഇതിന്റെ ഫൈനൽ ആൻസർ. ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. ഇതുവരെ എല്ലാവരും വീഡിയോസ് ഒക്കെ മുഴുവനായിട്ടും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പുതിയ വീഡിയോസ് ആയിട്ട് കാണുന്നത് വരെ ബൈ.